ക്രിസ് വേണുഗോപാലിൻ്റെയും അതുപോലെ തന്നെ ദിവ്യയുടെയും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വന്നിരുന്നു. അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായി, പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. നമ്മളതൊക്കെ ചർച്ച ചെയ്ത കാര്യവുമാണ്. അവർ സുന്ദരമായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കമൻറ്റുകളിൽ. പക്ഷേ ഇത് ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരും. കാര്യം മറ്റുള്ളവൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ, മറ്റുള്ളവൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാനൊക്കെ ചിലപ്പോൾ ഒരു കമൻറ്റ് മതിയാവും. നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന പി ദിവ്യയെ ഭയങ്കരമായി കുറ്റം പറയുന്ന ആളുകളൊക്കെ ഓരോ മനുഷ്യൻ്റെയും സ്വകാര്യ ജീവിതത്തിൻ്റെ വാർത്തകളുടെ അടിയിൽ പോയി കമൻ്റ് ഇടുന്നത് അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഞാനും തന്നെയും ഒക്കെ കമൻറ്റ് വന്നാൽ ചിലപ്പോൾ അത് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല, അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കും. പക്ഷേ അതുപോലെയല്ല മറ്റുള്ള ആളുകൾ. എന്ത് തരത്തിലുള്ള കമൻറ്റ് വന്നാലും എല്ലാവർക്കും സഹിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ, ഞരമ്പോളികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വൈരുദ്ധ്യം. ഇവർ അതിനെതിരെ പ്രതികരിക്കുകയും ഈ ഞരമ്പോളികൾ തന്നെ പലതിനെതിരെയും പ്രതികരിക്കും. അപ്പോൾ ഇപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? സത്യത്തിൽ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല കല്യാണങ്ങളിൽ ഒന്നായി മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന വിവാഹമാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധരുടെയും. 49 വയസ്സുള്ള ക്രിസ് വേണുഗോപാൽ, 42 വയസ്സുള്ള ദിവ്യ ശ്രീധറും. കല്യാണ സമയം മുതൽ ഒരു പക്ഷേ ഇപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നവദമ്പതികൾ. അവരെടുത്ത തീരുമാനം സമൂഹത്തിന് ഒരുപാട് പ്രചോദനം ചെയ്യുന്നതാണ്, ഒരുപാട് പ്രചോദനം ഉളവാക്കുന്നു. 40 കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു, കുഴിയിൽ കാല് നീട്ടാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചിലർക്ക് വലിയ പ്രചോദനം തന്നെയാണ്. കാരണം 2 മക്കളായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു എന്ന് കരുതുന്ന പലരും ഈ ലോകത്തുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ പറന്ന് അവരുടെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതമില്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ അലട്ടും. അത് പിന്നെ ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. അതായത് ഈ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടതെന്നും സ്വന്തമായ ഒരു ജീവിതം ഉണ്ട് എന്നതും കൂടിയാണ്. തീർച്ചയായിട്ടും മക്കളൊക്കെ ഇപ്പോൾ പാർത്ഥൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്. പാർത്ഥൻ ഒരു സാഹചര്യം വന്നപ്പോൾ പാർത്ഥൻ്റെ ജോലി സാഹചര്യമായി പാർത്ഥൻ കൊച്ചിയിലേക്ക് വന്നു. അമ്മ കണ്ണൂർ ഒറ്റയ്ക്കല്ലേ, കോഴിക്കോട്. അപ്പോൾ ഒറ്റ മകനായി പോയതുകൊണ്ട് ഇപ്പോൾ അമ്മയെ നോക്കിക്കൊണ്ട് പാർത്ഥന് വീട്ടിലിരുന്നാൽ പാർത്ഥൻ്റെ സാമ്പത്തികപരമായ കാര്യങ്ങൾ, ജീവിത കാര്യങ്ങൾ, ഉപജീവനമാർഗം ഇതൊന്നും മുന്നോട്ട് പോകില്ല. സ്വാഭാവികമായിട്ട് പാർത്ഥന് കൊച്ചിയിൽ വന്ന് ജോലി ചെയ്തേ മതിയാകും. അപ്പോൾ അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. പാർത്ഥന് വേണ്ടി ജീവിച്ച ഒരു അമ്മയായിരിക്കാം. പക്ഷേ മകന് ഒരു സമയത്ത് അവന് ജീവിതമുണ്ട്, അവൻ ജീവിക്കാനായി പോയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന അമ്മമാരുമുണ്ട്, പാർത്ഥൻ്റെ അമ്മയെ പോലെ. അല്ല, മക്കളാരും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് 24 മണിക്കൂറും പരാതി പറഞ്ഞ് സ്വന്തം ജീവിതം ഒന്നിനും ഒരു പ്രയോജനവുമില്ലാതെ, ആർക്കും ഒരു പ്രയോജനമില്ലാതെ, അവനവന് പോലും പ്രയോജനമില്ലാതാക്കുന്ന അമ്മമാരും ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എൻജോയ് ചെയ്യാനോ നമുക്കൊരു വിവാഹം കഴിക്കാനോ, ഭർത്താവ് ഉള്ളവർ വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഭർത്താവ് ഉള്ളവർക്ക് വിവാഹം കഴിക്കാം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും പിരിയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ 50, 60, 70 വയസ്സൊന്നും ഇതിനൊരു തടസ്സമല്ല എന്നാണ് ഈ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും ഒന്ന് കാണിച്ചു തരുന്നത്. സെക്സ് അല്ല ഒരു വിവാഹ ജീവിതത്തിൻ്റെയും ആത്യന്തികമായ തുടക്കവും അവസാനവും എന്നുള്ളത് ആദ്യം ഈ കമൻറ്റോളുകൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചാൽ ആദ്യം വിചാരിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടാണ്. 60 വയസ്സിൽ അവൻ്റെ കഴപ്പ് തീർന്നില്ല, അല്ലെങ്കിൽ 50 വയസ്സിൽ അവളുടെ കഴപ്പ് തീർന്നില്ല, അതുകൊണ്ട് കല്യാണം കഴിച്ചു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ നല്ല അന്തസ്സായി ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. സത്യത്തിൽ അവരെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. പ്രായമൊന്നും ഒന്നിനും ഒരു തടസ്സമേ അല്ല. നമുക്ക് എൻജോയ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ ഏത് വഴി പോകുന്ന ഏത് നാറുകൾ വന്ന് എന്ത് പറഞ്ഞിട്ട് പോയാൽ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തെളിയിക്കുകയാണ് അവരുടെ ജീവിതം. ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വിവാഹ സമയത്ത് കുടുംബത്തിൽ ആരും എതിർത്തില്ല. കാരണം അവർ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചതാണ് ഈ ദിവ്യ ശ്രീധർ. 14 വർഷം ഭർത്താവിനോടൊപ്പം നിന്ന് അവർ അനുഭവിച്ച വേദനകളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. പിന്നീട് പലരും കുടുംബത്തിൽ ഇദ്ദേഹം ആള് ശരിയല്ല, ഇദ്ദേഹത്തിനോടൊപ്പം പോയാൽ ജീവിതം നേരെയാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വില്ലന്മാരായി പലരും അവതരിച്ചു. അതങ്ങനെയാണല്ലോ, ഒരു പെണ്ണ് കിടന്ന് കഷ്ടപ്പെട്ടാൽ ജീവിതം നയിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഉടനെ അവൾ ലോകത്തെ ഏറ്റവും വലിയ മോശക്കാരിയായി.
അപ്പോൾ പിന്നെ മക്കളെ നോക്കാൻ കഴിവില്ലാതെ വീട്ടു ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക്, ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീക്ക് പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ ഒരു അവസരം കിട്ടും, നല്ല കുഞ്ഞുങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇതിലോ അവർക്ക് പുറത്ത് ജോലിക്ക് പോകാൻ വല്ല അവസരവും കിട്ടും. അവൾക്ക് ഇവിടെ അഴിഞ്ഞാടാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവിടെ പോയി അഴിഞ്ഞാടാൻ, അവിടെ അവൾക്ക് മറ്റേ പണിയാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും പറയണ്ടേ, എൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് എവിടെയെങ്കിലും തീർക്കണ്ടേ. അപ്പോൾ അവളെ കുറ്റം പറഞ്ഞാൽ അതങ്ങ് തീരുമല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു സ്ത്രീയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ത്രീയാണ്. ഈ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, നാട്ടുകാരെ ആക്ഷേപിക്കാമോ എന്ന് ചോദിച്ചാൽ ഇതെങ്കിലും കേട്ടവരൊന്ന് നന്നായാൽ നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒരു ജോലിയില്ല, ഞാൻ കണ്ട നാൾ മുതൽ നാട്ടുകാരെ കുറ്റം പറയുന്നതാണ് ജോലി. ഒരു ഒന്നുകിൽ ഫോണിൽ കൂടി ആരെങ്കിലും വിളിച്ചു, ഫോണിൽ കൂടി വിളിക്കുന്നതൊക്കെ നമുക്ക് തൊട്ടടുത്താണ് വീട്, ഈ ദൂരമേ ഉള്ളൂ, കുറ്റം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഇവരെ വീടിനേക്കാൾ ഒരു 50 വീട് അപ്പുറമുള്ള ഏതെങ്കിലും ഒരു അച്ഛനമ്മയുടെ മകൾ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടായിരിക്കും. ആ അച്ഛനമ്മയ്ക്കും പ്രശ്നം കാണില്ല, ഒളിച്ചോടി പോയ പെൺകുട്ടിക്കും പ്രശ്നം കാണില്ല. പക്ഷെ ഇവർക്കാണ് പ്രശ്നം. അവിടെ ഇരുന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് ലോകത്തില്ലാത്ത അപവാദങ്ങൾ പറയും. പോയ ചെറുക്കനെ ഇവർക്ക് അറിഞ്ഞുപോലും കൂടാ, പക്ഷെ ആ കൊച്ചിനെ കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറയും. അത് കഴിഞ്ഞ് ഒരു 3:30-4 മണിയാകുമ്പോൾ ഒരു സഭ കൂടലുണ്ട്. തൊട്ടടുത്ത ജോലിയുള്ള ജോലി ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ കൂടെ ചേർന്ന് ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്നിട്ട് പിന്നെ ആ നാട്ടിലുള്ള സകലമാന സ്ത്രീ പുരുഷന്മാരെയും, എനിക്ക് തോന്നുന്നു ഈ മഞ്ഞ വാർത്തകളൊക്കെ കുറച്ചുകൂടി ഒന്നുമല്ല ഇവരുടെ വാചകത്തിന് മുന്നിൽ ഈ മഞ്ഞ വാർത്തകളെന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കുന്ന വാർത്തകളൊന്നുമല്ല. ഇവരെ നേരെയാക്കാനൊന്നും ആർക്കും കഴിയില്ല, ഇവരെ ഒരിക്കലും നേരെയാക്കാൻ ആർക്കും കഴിയില്ല. ഇവരിങ്ങനെയാണ്, ഇവരുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ മകൻ 21 വയസ്സിൽ 21 വയസ്സ് തികയുന്നതിന്, കാരണം ലോകത്തുള്ള ഒരുപാട് ആളുകളെ കുറ്റം പറഞ്ഞിരിക്കുന്നതാണ്. 21 വയസ്സിൽ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല, നല്ല 2 പിള്ളേരാണ്, 2 ആൺപിള്ളേരാണ്. ഒരു അന്യസ്ത്രീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പം ഞങ്ങൾ കരുതി, നാട്ടുകാരൊക്കെ കരുതി ഇനി നന്നാവും, കാരണം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, പക്ഷെ അവരുടെ ഭാഷയിൽ അവർ പറയുന്നതനുസരിച്ച് പ്രശ്നമാണ്. ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു, അതൊക്കെ പ്രശ്നമാണ്. അപ്പം ഞങ്ങളൊക്കെ കരുതി ഇനി നന്നാവുമായിരിക്കും, ഇനി ആളുകളെ കുറിച്ച് പറയും. പക്ഷേ അതിലും കഠിനമായി പിന്നെയും പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, കാരണം ജോലിയും കൂലിയൊന്നും ഇല്ലാത്തൊരു സ്ത്രീ 9-10 മണിയാകുമ്പോഴേ വീട്ടിലെ ജോലിയൊക്കെ തീർക്കും. പിന്നെ ഇരുന്ന് നാട്ടുകാരെ അളക്കലാണ്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷയാണ് ഈ ആളുകളെ പറയുന്നതിന് നാട്ടുകാരെ ഇരുന്ന് അളക്കലാണ് ജോലി എന്നുള്ളത്. അവരുടെ കുറ്റങ്ങൾ, കുറവുകൾ, ആരെ കൂടെയൊക്കെ പോയി, അവരുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, സൗണ്ട് കൂടിയാലോ, ഇന്നലെ അവനും അവളും തമ്മിൽ പ്രശ്നമായിരുന്നു, ഇതാണ് അവരുടെ ജോലി. അപ്പോൾ ചിലരെ നമുക്ക് ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. ഇപ്പോൾ മിനിങ്ങാന്ന് നമ്മളൊരു വാർത്ത ചെയ്തപ്പോൾ എൻ്റെ വാർത്തയുടെ താഴെ വന്നൊരു കമൻറ്റ് വാർത്ത എനിക്ക് അയച്ചു തന്നു. ആ നാറിയോടൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത്? ഏറ്റവും വൃത്തികെട്ടതും ഏറ്റവും മോശവുമായ ഒരു കമന്റാണ്. സാധാരണഗതിക്ക് ധന്യ ഈ കമന്റ് ഒന്നും ശ്രദ്ധിക്കാറില്ല, ഞാനും ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് ആ വാർത്തയുടെ എത്രത്തോളം ഓടി എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് നോക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കമന്റ് നോക്കിയതാണ്. ആ സമയത്താണ് ഇത്തരം ഒരു കമന്റ് കാണുന്നത്. സാധാരണഗതിയിൽ അതെ, ഒരു ഫ്രോഡ് ഐഡിയ ആണ്. ഞാൻ ഇത്തരത്തിലുള്ള സാധാരണ നമ്മൾ ഒരു ഭൂരിഭാഗം തെറി കമന്റുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഒരു അങ്ങേയറ്റം വൾഗർ ആയിട്ടുള്ള ഒരു കമന്റ് കണ്ടപ്പോൾ അതാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചത്. ലൈംഗിക ആരോപണമാണ്. എനിക്ക് പരാതി കൊടുക്കാം. ഞാൻ ആ കമന്റ് ഒരു അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ആ ഐഡി കണ്ടുപിടിക്കാം, നമുക്ക് ആ പരാതി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ കരുതി ഈ വേട്ടാവളിയൻ്റെ അടുത്തൊക്കെ ഞാൻ എന്തിനാ പരാതി കൊടുത്ത് ഇതിൻ്റെ പുറകെ പോകുന്നത്? അവന് പിന്നെ ആരെയും കിട്ടാത്തത് കൊണ്ട് അവൻ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരുന്നു. എനിക്ക് കഴിവുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് കൊടുക്കാൻ എനിക്കറിയാം. അല്ല, അത് കൃത്യമാണ്. കാരണം നല്ല നല്ല എന്താണ് പിന്നെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിവുള്ള സ്ത്രീകളെ അവൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത്. നല്ലത് അവന്റെ വീട്ടിൽ ചെന്ന് കണ്ട് ഈ കമന്റും വെച്ച് നാട്ടുകാരെ അറിയിച്ച് 4 പറയാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പരാതിയുമായി പോകാൻ ഞാൻ ഇതിന്റെ പുറകെ തന്നെയാണ്. അപ്പൊ അവനുള്ളത് ഞാൻ വഴിയിൽ കൊടുത്തോളാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെയും ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പറയുന്നത് തങ്ങളുടെ വിവാഹ ജീവിതം മുടക്കാനും തങ്ങളുടെ വിവാഹ ജീവിതം ഇല്ലാതാക്കാനും തങ്ങൾക്ക് ആള് ശരിയല്ല
ഈ വിവാഹം വേണോ എന്നൊക്കെ ചോദിക്കാനും കുറേ പേർ കുടുംബത്തിൽ അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ, ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറേ എണ്ണം. സ്വന്തം കാര്യം കൃത്യമായി നോക്കി മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ദുഷിപ്പുണ്ടാക്കി അവരുടെ ജീവിതം നശിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ കുടുംബാംഗങ്ങളുണ്ട്. ഇതിനെയൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിതം നല്ല സുഖസുന്ദരമായി മുന്നോട്ട് പോകാം. ഇതിനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ആ ജീവിതം തകരും, ഇല്ലാതാവും. കാരണം നാട്ടുകാരും നമുക്ക് ചിലവിന് തരുന്നത്. നമ്മൾ ജീവിച്ചാലേ, നമ്മൾ പണി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ ആരെ കല്യാണം കഴിക്കണം, ആരെ ഇഷ്ടപ്പെടണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എവിടെ പോകണം, ആരെ കൂടെ പോകണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു യാത്ര പോകണമെന്ന് തോന്നണമെങ്കിൽ പോകാൻ, ഇതിലൊന്നും ആരുടെ അനുവാദം വേണ്ട. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എങ്കിൽ എനിക്കിന്ന് രാത്രി ഗുരുവായൂർ വരെ പോയി ഒന്ന് തൊഴണമെന്ന് തോന്നിയാൽ ഞാൻ പോവും. എനിക്ക് മറ്റേതെങ്കിലും അമ്പലത്തിൽ പോയി തൊഴണമെന്ന് തോന്നി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലം കാണണമെന്ന് തോന്നി ഞാൻ പോവും. നാട്ടുകാരുടെ ഒരു സർട്ടിഫിക്കറ്റിനും വേണ്ടി ആരും നിൽക്കരുത്. അവനവന് ഇഷ്ടമുള്ളത് അവനവൻ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ കാണിച്ചു തന്നത്. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല.